بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ മക്കളെ സുഖം തന്നെ. നമ്മളിപ്പം ദുറൂസിൻ്റെ പാഠമാണ് എടുക്കാൻ പോകുന്നത്. ദുറൂസ് എന്തിനാണ് പഠിക്കുന്നത്, അറബി മലയാളം എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇല്ലേ? തന്നിട്ടില്ലേ? അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഉസ്താദ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? എന്നാലും പാഠം മാത്രം ഉസ്താദ് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ദുറൂസിലെ ഒന്നാമത്തെ പാഠം തന്നിട്ടുള്ളത് നമ്മളിതാ നിങ്ങൾക്ക് മൊബൈലിൽ കാണുന്നുണ്ടല്ലേ, നിങ്ങളെ വർക്ക് ബുക്കിലൊക്കെ അല്ലേ അത്? നിങ്ങളെ വർക്ക് ബുക്ക് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ? മുന്നിൽ വെച്ചിട്ടില്ലേ? നല്ല കുട്ടികളാണ് കേട്ടോ. അങ്ങനെ തന്നെ മുന്നിൽ മറിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ക്ലാസ്സിലേക്ക് അടയ്ക്കുകയാണ്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. കുറേ ഉസ്താദ്മാരൊക്കെ പറയാറുണ്ട് നിങ്ങളെ മക്കളൊക്കെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പഠിക്കാറുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാക്കാറുണ്ട് എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഒക്കെ നമ്മളെ നല്ല കുട്ടികളാക്കി തരട്ടെ, ആമീൻ. അപ്പോൾ ഉമ്മാരും ഉപ്പാരും നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, വലിയവരൊക്കെ പറഞ്ഞ് ഉസ്താദൊക്കെ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടികളായി വളർന്നാൽ നമ്മളും നല്ല കുട്ടികളാകും ഇൻഷാ അല്ലാഹ്. ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾ ഇവിടെ എന്താ കാണുന്നത് നോക്കി. നിങ്ങൾ മലയാള അക്ഷരം കാണുന്നുണ്ടല്ലേ? എന്താ ഈ മലയാളത്തിൽ ഇതാ നിങ്ങൾ കാണുന്ന ഈ അക്ഷരം മലയാളം അല്ലേ? ഇതെന്താ മലയാളത്തിൽ ആ എന്നല്ലേ വായിക്കാം. അപ്പോൾ ഈ അലിഫും അതിന് മുകളിൽ ഫതഹുട്ടാൽ ആ എന്ന് നമ്മൾ പഠിച്ചു പോയതാണ് അല്ലേ? അപ്പോൾ ആ എന്നാൽ അലിഫും അതിന് മുകളിൽ ഫതഹുമാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അലിഫും മുകളിൽ ഫതഹും ഇട്ടു, ആ ശേഷം ലാമ് മുകളിൽ ഫതഹ് ഇട്ടു. അപ്പോൾ എന്താ വായിക്കുക? നിങ്ങൾക്ക് അറിയും, എനിക്കറിയാം, പറഞ്ഞോളി. അതന്നെ അല, അല, എല്ലാവർക്കും അറിയും. ഇനി ഇങ്ങോട്ട് നോക്കൂ, നേരെ അല എന്ന് നമ്മളോട് വായിച്ചു. ഇത് ശരിക്ക് അലിഫിന് മുകളിൽ ഫതഹാണോ? അല്ല, ഇത് മദ് എന്ന് പറയും, നീട്ടാനുള്ളതാണ്. അത് വന്നാൽ കുറച്ച് നീട്ടണം. ഇത് ശരിക്കും നമ്മൾ മലയാളത്തിൽ ആ എന്ന് നീട്ടി വായിക്കൂലേ? ഇതിങ്ങനെ ഈ അവസാനത്തിൽ കുറേ ഇങ്ങനെ ഒരു വാലിട്ട് കൊടുത്താൽ, അതേപോലെ തന്നെ നമ്മുടെ അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും നമ്മൾ എന്ത് വായിക്കണം? ആ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിക്കും അലിഫിൻ്റെ മുകളിൽ മദ്ദിട്ടു, എന്നിട്ട് ല എന്ന് എഴുതിയാൽ ആല. എന്താ വായിക്കാം? ആല, അല, ആല. രണ്ടുള്ള മാറ്റം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി താഴേക്ക് വരും. വായിച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത്, നല്ല കുട്ടികളാണ് നിങ്ങൾ കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, അലിഫിൻ്റെ മുകളിൽ എന്താ ഇട്ടിട്ടുള്ളത്? ഉറക്കനെ പറയും. അതന്നെ ഫതഹ് അല്ലേ? ഫതഹ് ഇട്ടാൽ എന്ത് വായിച്ചു? ആ. രണ്ടാമത്തെ അക്ഷരം നമ്മൾ പഠിച്ചതാണ്. ഏതക്ഷരം? വാവ്. പഠിച്ചിട്ടില്ലേ? ഏത് പാഠത്തിലാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ? വാവ് വറുദുൻ എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാ. ഇനി നോക്കുക, അവ. എന്താ വായിക്കുക? ആ വ, അവ. താഴേക്ക് നിങ്ങൾ എഴുതണം വൃത്തിയായിട്ട്, അവ. ഇനി നോക്കൂ, ആ വന്നിട്ടുണ്ട്, വേറെ അക്ഷരം റ, അറ, 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 അവ, അറ. അവ എന്ന് പറഞ്ഞാൽ എന്താ? അവ എന്നറിയില്ലേ? നമ്മൾ അവിടെ ഒരു സാധനം ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ അവ എൻ്റേതാണ് എന്നൊക്കെ പറയുന്ന അവ. അറ, അറ നിങ്ങളറിയില്ലേ? നിങ്ങളെ ബാഗിനൊക്കെ ഒരുപാട് അറകളുണ്ടെന്ന് പറയില്ലേ? അത് അറ. ഇനി നിങ്ങൾ നോക്കിയിട്ട് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുകളിൽ മദ്ദാൻ ഇട്ടിട്ടുള്ളത്, നീട്ടാൻ. അപ്പോൾ എന്ത് നീട്ടണം? ആ നീട്ടണം. ആ മ, ആമ. ആമനെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എല്ലാവരും വീടിൻ്റെ പരിസരത്തും ഒക്കെ ഉണ്ടാവും ആമ. ഇല്ലെങ്കിൽ ഉമ്മനോട് ചോദിച്ച് ആമനൊക്കെ കാണിച്ചു തരാനൊക്കെ പറയണം കേട്ടോ. ആമ. ഇനി നോക്കൂ, ആ എന്നിവിടെ ഉണ്ട്, പിന്നെ വാവിന് കെസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് വായിക്കും? ആ വി, ആവി. ആവി അറിയില്ലേ? ലേമച്ചനോട് ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരും. ആവി. ഇനി നോക്കൂ, ഇതിപ്പോൾ ആ പഠിച്ചു നമ്മൾ, ആ എന്ന് നീട്ടാനുള്ളതും പഠിച്ചില്ലേ? ഇനി അടുത്തത് നോക്കൂ, ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? ഈ മലയാളം ഇതെന്താ ശരിക്ക്? ഈ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അലിഫിൻ്റെ താഴെയായിട്ട് കസറ് വന്നാൽ നമ്മൾ പഠിച്ചതാണല്ലേ? അപ്പോൾ ഈ എന്ന്. ഇനി താഴെ നിങ്ങൾ നോക്കൂ,
ഇവിടെ എന്താണ് ഒന്നാമത്തെ അക്ഷരം ഇ, രണ്ടാമത്തെ അക്ഷരം റ, ഇറ. ഇവിടെ നമ്മൾ അറ എന്ന് കാണിച്ചില്ലേ, അത് നേരെ കെസ്റാക്കിയാൽ ഇറ, ഇറ, ഇറ. ഇമ, ഇമ, ഇറ, ഇമ. നിങ്ങൾ ഇങ്ങോട്ട് താഴോട്ട് ഇതുപോലെ എടുത്ത് എഴുതണം. ഇനി നോക്കൂ, ഈ എന്ന അക്ഷരത്തിനെ നീട്ടാൻ നമ്മൾ എന്താ കൊടുക്കൽ? ഒക്കെ പഠിച്ചതാണ്, ഒന്നുകൂടി ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നു. കെസ്ർ ഇവിടെ വന്നതുകൊണ്ട് എന്ത് കൊടുക്കണം? ഈ എന്നാക്കണമെങ്കിൽ യാ ഇനെ കൊടുക്കണം. അപ്പോൾ ഈ എന്നായി. ഈ ഇങ്ങോട്ട് നോക്കൂ, താഴെ ഈ ഫതഹിന് കെസ്ർ വന്നു, ഈ ശേഷം ഈ എന്നതിന് നീട്ടാൻ യാ വന്നു, ഈ പിന്നെ റ വന്നു, ഈറ, ഈറ. കണ്ടില്ലേ? ഇനി നോക്കൂ താഴെ, അല്ല സോറി അപ്പുറത്ത് നോക്കൂ. താഴെ നിങ്ങളിത് എഴുതണം, ഈറ എന്നതിനെ താഴേക്ക് എഴുതണം. ഇനി ഇപ്പുറത്ത് നോക്കൂ, ഈ വന്നു, നീട്ടാൻ യാ വന്നു, ഈ. ഇനി ശേഷം വന്നത് യാ തന്നെ വന്നു, പക്ഷെ അതിന് ഫതഹ് ഉണ്ട് അല്ലേ? അപ്പം ഈ യാ, പിന്നെ മീമിന് സുക്കൂൻ, ഈയം, ഈയം, ഈയം ട്ടാ. അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ എന്ന് മനസ്സിലാക്കി. ആ ഈ. ഇനി ശേഷം വരുന്ന അക്ഷരം ഏതായിരിക്കും? താഴേക്ക് നോക്കൂ. ഉ. എന്താണ് വായിക്കുക? ഉ എന്ന്. അതിന് അലിഫിൻ്റെ മുകളിൽ ലമ്മ് വന്നാൽ ഊ ആണ്. നമ്മൾ പഠിച്ചില്ലേ, കുറേ പഠിച്ചതാണ്. ഉ. ഇനി താഴെ നോക്കൂ, അലിഫിന് മുകളിൽ ലമ്മ് വന്നിട്ടുണ്ട്, ഉ. ശേഷം മീമിന് മുകളിൽ ഫതഹ് വന്നു, ഉമ, ഉമ, ഉമ. ഇനി അത് നേരെ ഉ മി. എന്താ മാറ്റം വന്നത്? ഇവിടെ എന്താ മാറ്റം? ഇതും തമ്മിലുള്ള മാറ്റം, വ്യത്യാസം എന്താ? യെസ്, വളരെ നല്ല കുട്ടികളാണ്. ഇവിടെ മീമിന് കെസ്റാണ് വന്നിട്ടുള്ളത്, അവിടെ മീമിന് ഫതഹാണ്. അപ്പോൾ ഉമ, ഉമി. അതിന് താഴേക്ക് നിങ്ങൾ എഴുതണം. ശേഷം ഇനി ഊ എന്നതിന് നമ്മൾ നീട്ടാൻ എന്ത് കൊടുക്കണ്ടേ? ഊന് ലൊമ്മായതുകൊണ്ട് നീട്ടാൻ വാവ് കൊടുക്കണം. അപ്പോൾ ഊ എന്ന് എഴുതണമെങ്കിൽ വാവ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ താഴെ നോക്കൂ, ഊ എന്നതിനെ നീട്ടാൻ വാവ് വന്നു, ഊ. ശേഷം മീമിന് ഫതഹ് വന്നു, മ, ഊമ, ഊമ, ഊമ. അത് താഴേക്ക് നീതാം. അടുത്തത് നോക്കൂ, ഊ എന്നതിനെ നീട്ടാൻ വാവ് വന്നു, ഊ എന്നായി. പിന്നെ താ നീട്ടാൻ താ ഇനി കെസ്ർ വന്നു. അപ്പോൾ എന്തായി? എന്താ വായിക്കാം? ഊതി, ഊതി. ഊതലില്ലേ നിങ്ങൾ? ഊതലില്ല? നിങ്ങൾ ആ ഒരു പതയിലൊക്കെ മുക്കിയിട്ട് നിങ്ങൾ ഊതിയാൽ കുറേ ബബിൾസൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചെയ്യാതിരിക്കൂല. അതന്നെ ഊത, അതാണ് ഊതി. അപ്പം നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു? പഠിച്ചു, ആ, ഈ, ഉ, ഊ. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ അലിഫിന് ഫതഹ് വന്നത് പഠിച്ചു, കെസ്ർ വന്നത് പഠിച്ചു, ലമ്മ് വന്ന് പഠിച്ചു, നീട്ടാനുള്ളതും പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നല്ല കുട്ടികളായി അടുത്ത ക്ലാസ്സിന് കേൾക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.